ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലാണ് കേട്ടോ. അതിൽ സെക്കൻഡ് യൂണിറ്റ് ആയ വോയിസസ് ഇൻ യൂണിസോൺ എന്ന് പറഞ്ഞതിൻ്റെ ഈ ഭാഗം ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ, ആരാണ് പട്ടം പറത്തുന്നത് അല്ലേ? ആരാണ് പട്ടം പറത്തുന്നത്? നോക്കിയതിൻ്റെ മുകളിൽ നോക്കിയേ. ഹാവ് യു എവർ ട്രൈഡ് ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? ഒരു പട്ടം പറത്തുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ആരാണ് ശരിക്കും ഒരു പട്ടം പറത്തുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ്, കാറ്റാണോ? ഓർ ദ വിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ചിറകാണോ? ഓർ ദ സ്ട്രിങ്, അല്ലെങ്കിൽ ആ പട്ടത്തിൽ കെട്ടിയ നൂലാണോ? ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്, അല്ലെങ്കിൽ ആ പട്ടം പറത്തുന്ന ആളാണോ? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ എന്താണ്, ഈ കഥ വായിച്ചിട്ട് അത് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്, ആരാണ് പട്ടം പറത്തുന്നത് അല്ലേ? ആരാണ് പട്ടം പറത്തുന്നത് നോക്കൂ. On a pleasant day, the mayor of the town strolled through the park. His eyes widened as he saw a boy flying a big colorful kite. The kite soared high, dancing in the breeze. എന്താണ് പറയുന്നത്? ഓൺ എ പ്ലസന്റ്, നല്ലൊരു മോർണിംഗ്, ഒരു ഡേ ആണ്, നല്ലൊരു തെളിച്ചുള്ളൊരു ദിവസം. മേയർ ഓഫ് ദ ടൗൺ, ടൗണിലെ മേയർ എന്താണ്? പാർക്കിലൂടെ നടക്കുകയാണ് അല്ലേ? അപ്പൊ മേയർ എന്താണ്? ആ ടൗണിലെ പാർക്കിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. ഹിസ് ഐസ് വൈഡൻ ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം അല്ലേ? അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്താണ് വലിയ വികസിച്ചു അല്ലേ? എന്താണ്, ഒരു ബോയ് എന്താണ് ഒരു വലിയ കളർഫുൾ ആയിട്ടുള്ള കൈറ്റ് പട്ടം എന്താണ് പറത്തുന്നത് അയാൾ കണ്ടു അല്ലേ? ദ കൈറ്റ് സോഡ് ഹൈ, ഡാൻസിങ് ഇൻ ദ ബ്രീസ്. കൈറ്റ് എന്താണ് ഉയരത്തിൽ പൊങ്ങി, എന്താണ് ഈ കാറ്റത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് അല്ലേ? എങ്ങനെ ഉയരത്തിൽ പൊങ്ങി പോവുകയാണ് അല്ലേ? എന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ആ കാറ്റത്ത്. ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇളം തെന്നൽ അല്ലേ? വാവ്, ഹൂ മേഡ് ദ കൈറ്റ് ഈസ് ഫ്ലൈ സോ ഹൈ? ആരാണ് ഈ കൈറ്റ് ഇത്രയും ഉയരത്തിൽ പറപ്പിക്കുന്നത്? ആരാന്ന് മേയർ വാസ് ക്യൂരിയസ് അല്ലേ? മേയർ ഭയങ്കര ആകാംക്ഷയായി അല്ലേ? ആരാണ് ഈ പട്ടം ഉയരത്തിൽ പറപ്പിക്കുന്നത് എന്നുള്ളത് അല്ലേ? ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്, ഐ ഡിഡ് മിസ്റ്റർ മേയർ, ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്. എന്താണ്, അപ്പൊ ബോയ് കുട്ടി എന്താ പറഞ്ഞത്? ഭയങ്കര പ്രൗഡോട് കൂടി പറയുകയാണല്ലേ, അഭിമാനത്തോട് കൂടി പറയുകയാണ് അല്ലേ? എന്ത്? ഐ ഡിഡ്, ഞാനാണത് മിസ്റ്റർ മേയർ എന്ന് പറയുകയാണ് അല്ലേ? ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്, ഞാൻ തന്നെയാണ് കൈറ്റിനെ ഉണ്ടാക്കിയത്. ഐ പെയിന്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്, ഞാൻ അതിനെ പെയിന്റ് ചെയ്തു, പിന്നെന്താണ് അതിനെ പറത്തിയും ചെയ്തു അല്ലേ? ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി. അപ്പൊ എന്താ വിൻഡ് പറയുകയാണല്ലേ മെല്ലെ, നോ ഇറ്റ്സ് മീ, ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. അപ്പൊ കാറ്റ് വന്ന് പറയുന്നത് എന്താണ് മെല്ലെ? നീയല്ല, ഇത് ഞാനാണ്, കാറ്റാണെന്ന് പറയാണ് അല്ലേ? ഐ ലിഫ്റ്റ് ദ കൈറ്റ്, ഞാൻ കൈറ്റിനെ ഉയരത്തിലേക്ക്, ഹൈ ഇൻ ടു ദ സ്കൈ, സ്കൈന്റെ ഉയരത്തിലേക്ക് ഞാനാണ് അതിനെ കൈറ്റിനെ ഉയർത്തിക്കൊണ്ടുപോയത് എന്ന് കാറ്റ് പറയാണ് അല്ലേ? വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫാൾ ടു ദ ഗ്രൗണ്ട്, ഞാനില്ലെങ്കിൽ എന്താണ് അത് ഗ്രൗണ്ടിലേക്ക് താഴെ വീഴുന്ന കാറ്റ് പറയാണ് അല്ലേ? ദ കൈറ്റ്സ് ടെയിൽ ഫ്ലട്ടേഡ് ആൻഡ് സെഡ്. അപ്പൊ കൈറ്റിന്റെ വാല് പറയുന്നത് എന്താണ്? നിങ്ങൾ ഫ്ലട്ടർ എന്താ അടിച്ചിട്ട് പറയാണ് അല്ലേ? ആൻഡ് സെഡ് പറയാം, വെയിറ്റ്, ഐ ടു, ഞാനും ഉണ്ട്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി, വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. ഞാനാണ് എന്താ കൈറ്റിനെ സ്റ്റഡിയാക്കി നിർത്തുന്നത് അല്ലേ? ഞാനില്ലെങ്കിൽ എന്താണ് അത് പൊട്ടി തകർന്നു പോകുന്നു പറയാണ് അല്ലേ? ആര്? കൈറ്റിന്റെ ടെയിൽ അല്ലേ? കൈറ്റിന്റെ വാല്, പട്ടത്തിന്റെ വാല് പറയാണ് അല്ലേ? ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവരിവൺ ആൻഡ് സെഡ്. അപ്പൊ അതിന് പട്ടത്തിലൊരു നൂലുണ്ടാവുമല്ലോ, നൂല് കെട്ടിയിട്ടാണല്ലോ ഈ പട്ടം മേലോട്ട് പോകുന്നത് അല്ലേ? അപ്പൊ എന്താണ് സ്ട്രിങ് പറയുന്നത് അല്ലേ? നൂല് പറയാണ് എല്ലാരെയും നോക്കിയിട്ട്. സെഡ്, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ലെങ്കിൽ എങ്ങനെയാ കൈറ്റ് ഉയരത്തിൽ പോവുക? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ, ഞാനാണ് അതിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ, ഞാനാണ് എന്താക്കുന്നത് അതിനെ സ്കൈയിലൂടെ മൂവ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഗൈഡ് ഞാനാണെന്ന് ആ സ്ട്രിങ് പറയാണ് അല്ലേ? ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവറി വൺ. അങ്ങനെ മേയർ എന്താക്കി എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടില്ലേ? ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി. അപ്പൊ അയാൾ സ്വന്തം ഇങ്ങനെ ചിന്തിച്ച് അല്ലേ? സ്വയം ചോദിച്ചു, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? ശരിക്കും ആരാണ് കൈറ്റിനെ പറപ്പിക്കുന്നത് ആരാണെന്ന് ഇങ്ങനെ അയാൾ സ്വയം ചോദിച്ചു അല്ലെ? ചിന്തയോട് കൂടി ചോദിച്ചു. ദേ ഓൾ പോസ് ടു തിങ്ക്, എല്ലാവരും എന്താണ് ആലോചിക്കുകയാണ് അല്ലേ? ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി. അപ്പൊ ബോയ് പറയാണല്ലേ, വി ഓൾ ഡു ഇറ്റ്, നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ? ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ് അല്ലേ? കൈറ്റ് പറക്കണം എന്നുണ്ടെങ്കിൽ എന്താ കാരണം? എന്താണ്? നമ്മളെല്ലാവരെയും എഫേർട്ട്, നമ്മളെല്ലാവരും കൂടി പരിശ്രമം കൊണ്ടാണ് എന്താക്കുന്നത്
കൈറ്റ് പറക്കുന്നത് അല്ലേ. കണ്ടോ, ദ വിൻഡ് അഗ്രീഡ് ആൻഡ് ടെയിൽ നോഡഡ് ടു. അപ്പോൾ വിൻഡ് കാറ്റ് എന്താക്കി, അഗ്രി ചെയ്തു അല്ലേ, ഓക്കെ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൈറ്റിൻ്റെ ടെയിലും എന്താക്കി, വാലും എന്താക്കി, തലകുലുക്കി സമ്മതിച്ചു അല്ലേ. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്. അപ്പോൾ സ്ട്രിങ്ങും എന്താക്കി, ആ പട്ടത്തിൻ്റെ കയറുണ്ടല്ലോ അതും എന്താക്കി, ചിരിച്ചുകൊണ്ട് അഗ്രി ചെയ്തു അല്ലേ. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. അങ്ങനെ കൈറ്റ് എന്താക്കി, എയറിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ദ മേയർ സ്മൈൽഡ് വാംലി. അപ്പം മേയർ എന്താണ്, പുഞ്ചിരിച്ചുകൊണ്ട് അല്ലേ, പുഞ്ചിരിച്ച്. യു ആർ റൈറ്റ്, നിങ്ങളൊക്കെ ശരിയാണ് അല്ലേ. ടുഗദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടായത് കൊണ്ടാണ് എന്ത്, ഈ കൈറ്റ്, ഈ പട്ട എന്താണ്, നല്ല ഭംഗിയായിട്ട് പറക്കുന്നത് അല്ലേ. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ കൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ഒരുമയുടെ ഒരു സിംബലാണ് അല്ലേ. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരുമ അല്ലേ, ഒരുമയുടെ ഒരു സിംബലാണ് എന്ത്, ഈ കൈറ്റ്. ഇഫ് വി വർക്ക് ടുഗദർ, നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ അച്ചീവിങ് എനിത്തിങ്, നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. അതാണ് മേയർ പറയുന്നത് അല്ലേ. എവ്രി വൺ സ്മൈൽഡ്. അപ്പോൾ എല്ലാവരും എന്താക്കി, പുഞ്ചിരിച്ചു അല്ലേ. ടുഗദർ വി ഫ്ലൈ ദ കൈറ്റ്. ഒരുമിച്ച് നമ്മൾ എന്താക്കുകയാണ്, കൈറ്റ് പറത്തുകയാണ്. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി അല്ലേ. അവരെല്ലാവരും എന്താ സന്തോഷപൂർവ്വം ഒച്ചയുണ്ടാക്കി അല്ലേ. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോർ ഹൈ ഇൻ ദ സ്കൈ. അങ്ങനെ കൈറ്റ് അപ്പോഴെന്താണ്, ഈ ആകാശത്തിന് മുകളിൽ, ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയരത്തിൽ പറക്കുകയാണ് അല്ലേ. ഇതാരാ എഴുതിയത്, മൈക്കൽ റോഗേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പട്ടം പറത്തുന്നതിൽ എന്താണ്, എല്ലാവരും ഒരുമ ഉണ്ട് അല്ലേ. എല്ലാവരും യൂണിറ്റി ആയിട്ട് ചെയ്താലേ പട്ടം പറക്കുള്ളൂ. ഇപ്പം നൂലില്ലെങ്കിൽ പട്ടം ഉയരത്തിൽ പോകില്ല അല്ലേ. പിന്നെ നൂല് നമ്മളിപ്പോൾ അവിടെ പിടിച്ച് ആ പട്ടം പൊട്ടിപ്പോയാലോ പട്ടം അപ്പം തന്നെ താഴെ വീഴും അല്ലേ. അപ്പം എന്താണ്, എല്ലാവരും വേണം, എയർ വേണം, പിന്നെ നൂല് വേണം, പിന്നെ അതിൻ്റെ കൈറ്റ് വേണം, പിന്നെ അതിൻ്റെ വാലും ചിറകുകളൊക്കെ വേണം അല്ലേ. അപ്പം എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റുമോ, നമ്മൾ അത് പട്ടം പറത്താൻ കഴിയുള്ളൂ അല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ അല്ലേ. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എന്താണ്, നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും അല്ലേ. ഓക്കെ, ദെൻ ഇനി എന്താ അവിടെ നോക്കിയാൽ അതിൻ്റെ മീനിങ്. ചിയർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി കേട്ടോ. ക്രാഷ് എന്ന് പറഞ്ഞാൽ ടു ഫോൾ സഡൻലി ആൻഡ് ഹിറ്റ് എ സർഫസ്, പെട്ടെന്ന് വീഴുക എന്നുള്ളത് അല്ലേ. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ടു മൂവ് ദ വിങ്സ് ക്വിക്ക്ലി ആൻഡ് ലൈറ്റ്ലി, എന്താണ് ചിറകിട്ടടിക്കുക എന്നറിയില്ല, അതാണ് ഫ്ലട്ടർ. പോസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ്, കുറച്ച് നേരം നിൽക്കുക. പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം വൺസ് അച്ചീവ്മെൻറ്റ്സ്, എന്താ പ്രൗഡ്, എന്താണ് അഭിമാനം എന്ന് പറയും. സോർ എന്ന് പറഞ്ഞാൽ ടു റൈസ് ഫ്ലൈ അല്ലേ, ഉയരത്തിൽ പറക്കുക എന്നുള്ളതാണ് അല്ലേ. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യുക. സ്ട്രോ എന്ന് പറഞ്ഞാൽ ടു വാക്ക് ഇൻ എ സ്ട്രോ റിലാക്സ്ഡ് അവേ, മെല്ലെ നടക്കുക അല്ലേ. വിസ്പർ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് വെരി സോഫ്റ്റ്ലി, മെല്ലെ പറയുക. ഓക്കെ, ദെൻ ഹിയർ നോക്കൂ, ആക്ടിവിറ്റി 1 ആണ് കേട്ടോ ഇനി പറയുന്നത്. ഹിയർ ആർ ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. ഇവിടെ കുറച്ച് എന്താണ്, സ്റ്റോറിയിലെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നത് സ്റ്റോറിയിലെ. ദേ ആർ ഇൻ എ ജംബിൾഡ് മാനർ. ഇതെന്താണ്, ഓർഡർ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓർഡർ തെറ്റിയിട്ടാണ് എന്താണ് അവിടെ ഇത് തന്നിരിക്കുന്നത്. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇതിനെന്താണ്, കറക്റ്റ് ഓർഡറിൽ എന്താക്കുക, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതൊക്കെ ജംബിൾഡ് ഓർഡർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താക്കണം, നമ്മൾ സെൻറ്റൻസ് ഒന്ന് ആദ്യം വായിക്കണം, എന്നിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓർഡർ ആക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ദ ബോയ് സെഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ബോയ് പറഞ്ഞത് ഞാനാണ് ഈ കൈറ്റ് ഉണ്ടാക്കിയത്, ഞാനാണ് പറത്തുന്നതെന്ന് പറഞ്ഞില്ലേ. പിന്നെ രണ്ടാമത്തെ എന്താണ്, ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗദർ ആസ് എ ടീം. എന്താണ്, നമ്മൾ അവരെല്ലാവരും പുഞ്ചിരിച്ചിട്ട് അഗ്രി ചെയ്തതാണ് അല്ലേ. കൈറ്റ് ഫ്ലൈ ചെയ്തതിന് കാരണം എന്താണ്, ഒരുമിച്ച് ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഈ കൈറ്റ് പറക്കാൻ കാരണം എന്ന് പറയാണ് അല്ലേ. ദ കൈറ്റ്സ് ടെയിൽ സെഡ്. കൈറ്റിൻ്റെ അടുത്ത് എന്താണ്, കൈറ്റിൻ്റെ ടെയിൽ പറയാണ് അല്ലേ. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. ഞാനാണ് എന്താ കൈറ്റിനെ എയറിൽ നേരെ നിൽപ്പിക്കുന്നത് ആരാണ്, ഞാനാണെന്നാണ് കൈറ്റിൻ്റെ ടെയിൽ പറയുന്നത്. അടുത്ത എന്താണ്, ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ്. വിൻഡ് സോഫ്റ്റ്ലി ആയിട്ട് പറയാം അല്ലേ. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. ഞാനാണ് എന്താക്കുന്നത്, ആ കൈറ്റിനെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. മേയർ കണ്ടു എന്ത്, ആ ബോയ് എന്താണ് കളർഫുൾ ആയിട്ടുള്ള കൈറ്റ് പറപ്പിക്കുന്നത് അല്ലേ പാർക്കിൽ. അപ്പോൾ ഇതിൽ ഏതാ ഫസ്റ്റ് മേയർ കണ്ടതാണ് അല്ലേ. നമ്മളിപ്പോൾ സ്റ്റോറി വായിച്ചിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഏതാണ് ഫസ്റ്റ്, മേയർ കണ്ടതാണ് നമ്മൾ ഇത് വരിക. അപ്പോൾ ഇതൊന്ന് അല്ലേ. അടുത്ത ഏതാ വരിക, അപ്പോൾ ആരാന്ന് ചോദിച്ചല്ലോ അല്ലേ. അപ്പം 2 ഏതാ വരുന്നത്,
ആ ബോയ് സൈഡ് അല്ലേ, ബോയ് പറയുന്നുണ്ട് അല്ലേ, ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനാണ് പറത്തുന്നതെന്ന് ബോയ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് 2. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ ഏതാ വരുന്നത് നോക്കിയേ. മൂന്നാമത്തെ പിന്നെ പറയുന്നത് എന്താണ്, വിൻഡ് സോഫ്റ്റ്ലി ആയിട്ട് പറയാന്ന് പറയുന്നില്ലേ, അതാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇതാണ് 3. വിൻഡാണ് പിന്നെ പറയുന്നത് കേട്ടോ. ഡി ആണ് എന്താണ്, വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ, അതാണ് മൂന്നാമത്തെ. അടുത്തത് പിന്നെ കൈറ്റിൻ്റെ ഡെയിലാണ് പിന്നെ പറയുന്നത് അല്ലേ, അതാണെന്ത് 4-മത്തത് അല്ലേ. അപ്പോൾ ഇത് 4. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആരാ പറയുക, അവരെല്ലാവരും കൂടി അഗ്രി ചെയ്യാണ് അല്ലേ. കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗദർ ആസ് എ ടീം, അതാണ് ലാസ്റ്റത്തെ കേട്ടോ. ഓക്കെ. ഇതാണ് 5-മത്തത്. മനസ്സിലായല്ലോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ, അത് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. 1 2 3 4 5 നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് ഇവിടെ എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പിക്ചർ സ്റ്റോറി കാർഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക. സം ഓഫ് ദ ഇവൻറ്റ്സ് ആർ ഗിവൺ ബിലോ. ചില ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് വേറെവർ നെസസറി. ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ, നല്ല ടൈറ്റിലൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് ആദ്യം നോക്കാം അല്ലേ. ഇവിടെ ഒരു കുട്ടി എന്താണ്, ഇവിടെ ഈ തന്നുണ്ട് അല്ലേ. സെൻറ്റൻസ് എന്താണ്, റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. റെനിക്ക് എന്താണ്, പ്ലാന്റ്സിനോട് ഭയങ്കര താല്പര്യമാണ് അല്ലേ. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്, ഹി ഡിസൈഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഓൺ ഹിസ് ഓർക്കാർഡ്. അപ്പോൾ ഒരു ദിവസം എനിക്കിത് തൈ കിട്ടി അല്ലേ. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ അല്ലേ. ഹി ഡിസൈഡഡ്, അവൻ തീരുമാനിച്ചത് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാർഡ്. എന്താണ്, അവൻ്റെ ഓർക്കാർഡിൽ എന്താണ്, ഈ തൈ കൊണ്ട് നടാൻ തീരുമാനിച്ചു അവൻ അല്ലേ. ഓർക്കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന അവൻ്റെ തോട്ടമുണ്ട്, അതാണ് കേട്ടോ. കായ്ക്കനിത്തോട്ടം എന്നൊക്കെ പറയും, അതാണ് ഓർക്കാർഡ് കേട്ടോ. ഓക്കെ. ഓർക്കാർഡ് എന്ന് പറഞ്ഞാൽ കായ്ക്കനിത്തോട്ടത്തിൽ നടാൻ തീരുമാനിച്ച് ആ തൈയില്ലേ. പിന്നെ എന്താ ചെയ്യുന്നത് നോക്കിയാൽ, ഇവനിവിടെ ആ തൈ എന്താക്കുക, നടുകയാണ് അല്ലേ. പിന്നെ എന്താണ്, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് അവൻ്റെ കൂടുതൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ആ മരം വലുതാവുന്നുണ്ട്. പിന്നെ അവിടെ ചിത്രം എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ ഇവിടുത്തെ ചിത്രം എന്തേക്കും, വൺ ഡേ മംഗൂസ് കെയിം there it began to make a burrow under the tree. The monkey saw it. He informed his friends. അപ്പോൾ ഒരു ദിവസം മംഗൂസ് വന്നു. എന്നിട്ട് എന്താക്കി, അവന് ആ മരത്തിൻ്റെ അടിയിൽ എന്താക്കണം, ഒരു മാളുണ്ടാക്കി. അപ്പം മങ്കി അത് കണ്ടു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനോട് അവനെ ഇൻഫോം ചെയ്തു അല്ലേ. പിന്നെന്താ അവിടെ പറയുന്നത്, ഇവിടെ അപ്പോൾ അതിനുള്ള ചിത്രം നിങ്ങൾ എന്താക്കണം, ഇവിടെ വരയ്ക്കണം അല്ലേ. പിന്നെ ഇവിടെ പറയുന്നത് നോക്കിയാൽ, ഓൾ ദ ആനിമൽസ് ടുഗദർ ഡ്രോ ദ മംഗൂസ് എവേ. എല്ലാവരും കൂടി എന്താക്കി ആ മംഗൂസിനെ അവിടെ നിന്ന് ഓടിക്കുന്ന ചിത്രം ഇവിടെ വരയ്ക്കണം അല്ലേ. പിന്നെ ഇവിടെ എന്താണ്, ആ ഫ്രൂട്ട്സ്, അതിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി, എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ, അപ്പോൾ എന്താണ്, ഇതൊരു ആപ്പിൾ ട്രീ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, അതിൻ്റെ ഹെഡിങ് നമുക്ക് റെനി ആൻഡ് ദ ആപ്പിൾ ട്രീ എന്ന് കൊടുക്കുക അല്ലേ. ആൻഡ് ഹിസ് ആപ്പിൾ ട്രീ എന്ന് കൊടുക്കാം. അതിൻ്റെ ഹെഡിങ് എന്താണ്, റെനി ആൻഡ് ഹിസ് ആപ്പിൾ ട്രീ എന്ന് കൊടുക്കുക അല്ലേ. പിന്നെ അപ്പോൾ നമുക്ക് എന്താക്കുക, ഫസ്റ്റിൽ എന്നെ കൊണ്ട് എന്താക്കുക, നമുക്ക് ഇത് കൊടുക്കണം, എന്ത്, ഹെഡിങ് സൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, റെനി ആൻഡ് ഹിസ് ആപ്പിൾ ട്രീ. നോക്കൂ, ഇവിടെ ഹെഡിങ് എഴുതേണ്ടത് ആർ ക്യാപിറ്റൽ എഴുതണം അല്ലേ. RE, ഇതവിടെ റെനീൻ്റെ സ്പെല്ലിംഗ് ഉണ്ട്, RENI റെനി. എന്നിട്ട് ഇത് ആൻഡ് ഹിസ്, ആൻഡ് AND ആൻഡ് ഹിസ് HIS ഹിസ് ആപ്പിൾ ട്രീ, APPLE ആപ്പിൾ ട്രീ, TREE ട്രീ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഹെഡിങ് എഴുതി. ഇനി എന്താണ്, ഫസ്റ്റത്തെ ഒരു തന്നിട്ടുണ്ട് അല്ലേ. സെക്കൻഡത്തെ എന്താണ്, റെനി എന്താക്കുകയാണ്, ആ തൈ സാപ്ലിംഗ് എന്താക്കുകയാണ്, പ്ലാന്റ് ചെയ്യുകയാണ് അല്ലേ, നടുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, റെനി പ്ലാന്റഡ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാർഡ് അല്ലേ. റെനി എന്താണ്, അവൻ്റെ ആ സാപ്ലിങ് അവൻ്റെ ഓർക്കാർഡിൽ എന്താണ്, കുഴിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ റെനി പ്ലാന്റഡ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാർഡ് എന്ന് എഴുതുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്, അടുത്ത ചിത്രം നോക്കിയേ. ഇനി എന്താണ്, കുട്ടി എന്താണ്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറേ ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഉണ്ട് അല്ലേ. പിന്നെന്താണ്, റെനി ഹാസ് ആനിമൽ ഫ്രണ്ട്സ് അല്ലേ. റെനിക്ക് എന്താണ്, ആനിമൽ ഫ്രണ്ട്സ് ഉണ്ട്. എവറി ഡേ ദേ ഓൾ കെയിം ടുഗദർ ആൻഡ് ടു കെയർ ഓഫ് ദ പ്ലാന്റ് വിത്ത് ഗ്രേറ്റ് ജോയ് അല്ലേ. എല്ലാവരും എന്താണ്, എന്നും വന്നിട്ട് എന്താക്കും, നല്ല ശ്രദ്ധയോട് കൂടി അതിനെന്താക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ് അല്ലേ. അടുത്ത എന്താണ്, ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രൂ, അങ്ങനെ പ്ലാന്റ് വളരാൻ തുടങ്ങി അല്ലേ. ദ ആനിമൽ ഹെൽപ്പ് റെനി ഫോർ വാട്ടറിങ് ദ പ്ലാന്റ് ആൻഡ് ഫോർ ഡൂയിങ് ഫാം വർക്ക്. ആനിമൽ എന്താക്കി, റെനീനെ ഹെൽപ്പ് ചെയ്യാണ് അല്ലേ. ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അതുപോലെ എന്താണ്, ആ ഫാം വർക്ക് ചെയ്യാനൊക്കെ എന്താണ്, ഈ ആനിമൽസും അത് എന്താണ്, റെനീനെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ. ഇനി അടുത്ത എന്താ ചിത്രം നോക്കിയേ, മരമൊക്കെ കുറച്ച് വലുതായി അല്ലേ, അതിൻ്റെ അതോടെ എഴുതണം. പിന്നെ അപ്പോൾ എന്താ എഴുതുക, ഓക്കെ. നെക്സ്റ്റ് എന്താണ്, ദ പ്ലാന്റ് ഗ്രൂ ഇൻ ടു എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആപ്പിൾ ട്രീ അല്ലേ. എന്താണ്, ഈ മരം
എന്താണ് വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്പിൾ ട്രീ ആയി മാറിയിട്ട് ബ്ലൂംഡ് ആൻഡ് ഗ്രൂ ലോഡ്സ് ഓഫ് ആപ്പിൾ. അത് എന്താണ് പൂവൊക്കെ വിരിഞ്ഞ് എന്താണ് അത് ഒരുപാട് ആപ്പിൾ അതിലുണ്ടായി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ. നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നുണ്ട് അല്ലേ. വൺ ഡേ മംഗൂസ് കെയിം ദർ ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബുറോ അണ്ടർ ദ ട്രീ. ദ മങ്കി സോ ഇറ്റ് ഹി ഇൻഫോം ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അവിടെ ഒരു മംഗൂസിൻ്റെ ഒരു ആപ്പിൾ, ഈ ആപ്പിൾ മരത്തിലെ ചിത്രം വരയ്ക്കുക. പിന്നെ എന്താണ് ഒരു മംഗൂസ് വരുന്നതും എന്താ അതിൻ്റെ അടിയിൽ ഇങ്ങനെ മാളുണ്ടാക്കുന്ന ഒരു ചിത്രം വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പം മങ്കി കാണുന്നത് ഒരു മങ്കീനെ അവിടെ വരയ്ക്കുക. അങ്ങനെ അവനെന്താണ് അവൻ്റെ ഫ്രണ്ട്സിനെ ഇൻഫോം ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം കൂടി വരണം. എന്താണ് ഓൾ ദ ആനിമൽസ് ടുഗദർ ഡ്രോ ദ മംഗൂസ് അവേ. അപ്പോൾ എന്താണ് ആ മരത്തിൻ്റെ അടുത്ത് നിന്ന് ആ മംഗൂസിനെ അവിടെ നിന്ന് ഓടിക്കുന്ന ചിത്രവും നിങ്ങൾ എന്താക്കുക അവിടെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണെന്ന് നോക്കിയാൽ എന്താണ് ലാസ്റ്റ് അവരെന്താണ് സന്തോഷത്തോടു കൂടി അവർ ആപ്പിളൊക്കെ കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ദെയർ യൂണിറ്റി ഡിഫീറ്റ് ദ എനിമി അല്ലേ. അവർ ഒരുമ എന്താണ് എനിമീനെ തോൽപ്പിച്ചു അല്ലേ. ദ ആപ്പിൾ ട്രീ ഗ്രൂ അഗൈൻ. അങ്ങനെ ആപ്പിൾ എന്താണ് മരം വലുതായി. ഇറ്റ് ഹാഡ് മോർ ആപ്പിൾ. അവിടെ ഒരുപാട് ആപ്പിൾ ഉണ്ടായി. ആനിമൽസ് ആൻഡ് ബേർഡ്സ് കെയിം ദർ എവറി ഡേ. ആനിമൽസും ബേർഡ്സൊക്കെ എന്നും വരും. ആൻഡ് എയ്റ്റ് ദ ഫ്രൂട്ട്സ് വിത്ത് റെനി. എല്ലാവരും എന്താണ് റെനീൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സ് കഴിക്കും അല്ലേ. പിന്നെ ദേ ലിവ് ടുഗദർ വിത്ത് ഗ്രേറ്റ് ജോയ്. അവരെന്താണ് എല്ലാവരും ഒരുമിച്ച് എന്താണ് സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചു. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താണ് കൈറ്റ്സ് ആണ് അല്ലേ. മേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ. നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് ഈ പല ടൈപ്പിലുള്ള കൈറ്റുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. കളർ പേപ്പർ, പല ടൈപ്പ് കളർ പേപ്പർ വെച്ച് നിങ്ങൾക്ക് എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ് ഉണ്ടാക്കുക. റൈറ്റ് എ മെസ്സേജ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. അതിലൊരു മെസ്സേജ് എഴുതുക. യൂണിറ്റിയും ടീം വർക്ക് ഒരുമിച്ചിട്ടുള്ളതാണെന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ്. എന്താണ് എക്സാമ്പിൾ, യൂണിയൻ ഈ സ്ട്രെങ്ത്. എന്താണ് ഒരുമ ആണെന്ത് പവർ അല്ലേ. സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് യൂണിയൻ ആണ് അല്ലേ. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങൾക്ക് എന്താക്കുക നിങ്ങളുടെ സ്കൂളിൽ ഒരു കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ നടത്താം. നെക്സ്റ്റ് നോക്കൂ, ക്രാഫ്റ്റ് കോർണർ ആണ് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ. ദ ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻഡ്സ്. അപ്പോൾ എന്താണ് നമുക്ക് ആൻഡ്സിനെ പിന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ലെറ്റ് മിക്സ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആൻഡിനെ ഉണ്ടാക്കാൻ. നോക്കിയേ, ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡ്സ് ട്രൈ ദ ഡീറ്റെയിൽസ് ബിലോ. ഈ അങ്ങനെ എന്താണ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്താക്കുക, താഴെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത്. നിങ്ങൾ എന്തിനാണോ ഈ ഉറുമ്പിനുണ്ടാക്കിയത് അതിവിടെ എഴുതുക. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് എന്താ പേപ്പറിനോടാണെങ്കിൽ പേപ്പർ, അല്ലെങ്കിൽ എന്താണ് കാർഡ്ബോർഡിനോടാണെങ്കിൽ കാർഡ്ബോർഡ്, മുത്തിനോടാണെങ്കിൽ മുത്ത്, അങ്ങനെ എന്താണ് ബീഡ്സ് ആണെങ്കിൽ ബീഡ്സ് എഴുതുക കേട്ടോ. എന്നിട്ട് ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് പേപ്പർ എന്ന് എഴുതുക. പേപ്പറിനോട് എഴുതി ഉണ്ടാക്കിയത് കേട്ടോ. ഇറ്റ്സ് കളർ ഈസ്. അതിൻ്റെ കളർ നിങ്ങൾ എന്താണോ കൊടുത്താൽ കളർ എഴുതുക. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, റെഡ് ആണെങ്കിൽ റെഡ്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കൊടുക്കുക. മൈ ആൻഡ് ഹാസ് ഡാഷ് ലെഗ്. ആൻഡ് എത്ര ലെഗ് ഉണ്ട് അത് അവിടെ എഴുതുക അല്ലേ, 6 ലെഗ് അല്ലേ. ദെൻ ഐ നെയ്മഡ് മൈ ആൻഡ്. ഞാൻ എൻ്റെ ആൻഡിൻ്റെ പേരിട്ടത് എന്താണെന്ന് വെച്ചിട്ട് എന്താണ് ആ പേര് നിങ്ങൾക്ക് എന്താക്കുക ഇവിടെ കൊടുക്കുക അല്ലേ. എന്താ പേര് കൊടുക്കുക, കട്ടുറുമ്പ് എന്നായിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ ചിന്നൂന്നോ എന്താ വെച്ചാൽ കൊടുക്കുക അല്ലേ. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ. ഞാൻ എന്താണ് ആ ആൻഡിനെ എവിടെയാണ് വെക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് ഇവിടെ ഇത് ഇവിടെ ഗാർഡൻ ആണ് ഈ ഗാർഡൻ എഴുതുക. ഫോറസ്റ്റ് ആണ് ഈ ഫോറസ്റ്റ്, പ്ലേ ഗ്രൗണ്ട് ആണ് പ്ലേ ഗ്രൗണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യം അതിവിടെ എഴുതുക കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ആൻഡ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിലാണെങ്കിൽ, ഫോറസ്റ്റിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇൻ ദ ഫോറസ്റ്റ് എഴുതുക. ഓക്കെ, പ്ലേ ഗ്രൗണ്ട് ആണെങ്കിൽ പ്ലേ ഗ്രൗണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിൻ്റെ പേര് നിങ്ങളവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇംഗ്ലീഷ്. നിങ്ങൾ നന്നായി പഠിച്ചിട്ട് മാർക്ക് വാങ്ങുക. ഓക്കെ, താങ്ക് യു.